ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അബ്ദു ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പാൻ കാർഡിന്റെ യൂസേജ് അത് ആർക്കാണ് അത്യാവശ്യം എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നിങ്ങൾക്ക് ഒരു പാൻ കാർഡ് ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ എങ്ങനെയാണ് വെറും 10 മിനിറ്റ് കൊണ്ട് ഒരു ഇൻസ്റ്റാ പാൻ കാർഡ് ഫ്രീ ആയിട്ട് എങ്ങനെ സ്വന്തമാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ഇൻസ്റ്റാ പാൻ കാർഡ് അപ്ലൈ ചെയ്യുന്നതിന് ഒരു 4 കണ്ടീഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനു മുമ്പ് ഒരു പാൻ കാർഡിന് ഉടമയാവാൻ പാടില്ല, നിങ്ങൾ അല്ലെങ്കിൽ ഒരു പാൻ കാർഡിന് അപേക്ഷിച്ചിരിക്കാനും പാടില്ല. രണ്ടാമത്തെ കണ്ടീഷൻ, നിങ്ങളുടെ ആധാർ കാർഡും നിങ്ങളുടെ മൊബൈൽ ഫോണും തമ്മിൽ ലിങ്ക് ആയിരിക്കണം. കാരണം നമ്മൾ ഈ ആപ്ലിക്കേഷന്റെ പ്രോസസ്സിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു OTP വരും. ആ OTP നമ്മുടെ ഫോണിലാണ് വരിക. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ, നിങ്ങളുടെ ആധാർ കാർഡിൽ ജനന തീയതി കൊടുത്തെടുത്ത് വെറും ജനന വർഷം മാത്രം ആവാൻ പാടില്ല, അത് കംപ്ലീറ്റ് നിങ്ങളുടെ ഡേറ്റ്, മന്ത്, ഇയർ എല്ലാം ഉണ്ടാവണം. നാലാമത്തെ കണ്ടീഷൻ, അപേക്ഷകൻ ഒരു മൈനർ ആവാൻ പാടില്ല. എന്ന 4 കണ്ടീഷൻ നിങ്ങൾ ഈ കണ്ടീഷനിൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് വെറും 10 മിനിറ്റ് കൊണ്ട് ഇൻസ്റ്റാ പാൻ കാർഡ് സ്വന്തമാക്കുക എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യം ഒരു ഗൂഗിൾ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഇൻസ്റ്റന്റ് പാൻ കാർഡ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഇന്ത്യ e-filing.gov.in എന്നൊരു വെബ്സൈറ്റ് ലിങ്ക് കാണാം. ഈ ലിങ്കാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ലിങ്ക് എൻ്റെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതോടുകൂടെ നിങ്ങൾക്ക് ഇതുപോലൊരു പേജാണ് വരിക. നമ്മൾ ഈ പേജിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ കാണുന്ന ഇൻസ്റ്റന്റ് പാൻ ത്രൂ ആധാർ, ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതോടുകൂടെ നമുക്ക് ഇൻസ്റ്റന്റ് പാൻ കാർഡ് അപേക്ഷിക്കാനുള്ള ഒരു ഇന്റർഫേസ് കാണാം. നമുക്കിവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഗെറ്റ് ന്യൂ പാൻ, ഒന്ന് ചെക്ക് സ്റ്റാറ്റസ് ഓർ ഡൗൺലോഡ് പാൻ. ഈ ചെക്ക് സ്റ്റാറ്റസ് ഡൗൺലോഡ് പാൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അപേക്ഷ സമർപ്പിക്കണം. ആ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് നോക്കുവാനും നമ്മുടെ പാൻ കാർഡിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാനാണ് ഈ ഓപ്ഷൻ. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഇൻസ്റ്റന്റ് പാൻ കാർഡിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഗെറ്റ് ന്യൂ പാൻ എന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ നമ്മളിവിടെ ആദ്യം നമ്മുടെ 12 അക്ക ആധാർ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന ക്യാപ്ച കോഡ്, ഈ ക്യാപ്ച കോഡ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു 5 ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്, അതെല്ലാം നമുക്കൊന്ന് നോക്കാം. അതായത് ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഒരു പാൻ കാർഡ് നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. 2, നിങ്ങളുടെ മൊബൈൽ നമ്പറും നിങ്ങളുടെ ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ആയിരിക്കണം. 3, നിങ്ങളുടെ ആധാർ കാർഡിൽ നിങ്ങളുടെ ജനനത്തീയതി പൂർണ്ണമായിട്ടുണ്ടാവണം. അതായത് ഇതുപോലെ ഡേറ്റ്, മന്ത്, ഇയർ കംപ്ലീറ്റ് ഉണ്ടാവണം. അതല്ലാണ്ട് നിങ്ങൾ ഈ കാണുന്ന പോലെ വെറും വർഷം മാത്രമാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇൻസ്റ്റന്റ് പാൻ കാർഡ് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം നിങ്ങളുടെ ആധാർ കാർഡിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യാന്നുള്ള വീഡിയോന്റെ ലിങ്ക് ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി 4ാമത്തെ കാര്യം, അപേക്ഷകൻ ഒരു മൈനർ ആവാൻ വേണ്ടി പാടില്ല. പിന്നെ 5, നമ്മുടെ ഈ പാൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ, അതൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ നമ്മൾ അഗ്രി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ കാണുന്ന ഐ കൺഫേം ദാറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ടിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡിലേക്ക് ഒരു OTP ജനറേറ്റ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ ജനറേറ്റ് OTP എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. തുടർന്ന് നമ്മുടെ ഫോണിൽ വരുന്ന OTP നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ടേംസ് അഗ്രി ചെയ്തിട്ട് നമ്മുടെ ആധാർ കാർഡിനെ നമ്മളൊന്ന് വാലിഡേറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ആധാർ നമ്പർ വാലിഡേറ്റ് ചെയ്യുന്നതോട് കൂടെ നിങ്ങളുടെ ആധാർ നമ്പറിലുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ, അതായത് അതേ പേര്, നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ ജനന തീയതി, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങൾ ആധാർ കാർഡിൽ എന്ത് വിവരമാണോ കൊടുത്തത് അത് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഓക്കെ ആണ്. നിങ്ങൾക്ക് ഇതിൽ വേറെ കറക്ഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഐ ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആധാർ കാർഡിനെ അപ്ഡേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ആധാർ കാർഡിനെ അപ്ഡേറ്റ് ചെയ്യുന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇതിലൂടെ കറക്ഷൻ ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ഈ ഐ ആക്സെപ്റ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് പാൻ റിക്വസ്റ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടെ നമ്മുടെ ഇൻസ്റ്റന്റ് പാൻ കാർഡിന്റെ ഒരു അപേക്ഷ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് നമ്മൾ ചെക്ക് ചെയ്യണം. ആ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിനായി നിങ്ങൾ ഇവിടെ കാണുന്ന ചെക്ക് സ്റ്റാറ്റസ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത പോലെ തന്നെ നിങ്ങളുടെ ആധാർ നമ്പർ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ഇവിടെ കാണുന്ന ക്യാപ്ച കോഡ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്തതിനു ശേഷം ഈ സബ്മിറ്റ് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക.
തുടർന്ന് നമ്മുടെ ഫോണിൽ വരുന്ന OTP നമ്പർ നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നമ്മുടെ ഇൻസ്റ്റാന്റ് ഈ പാൻ കാർഡിന്റെ അപേക്ഷ കംപ്ലീറ്റ് ആവുകയും നമ്മുടെ പാൻ അലോട്ട്മെന്റ് സക്സസ്ഫുൾ എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇനി നമ്മുടെ പാൻ കാർഡ് അതായത് PDF രൂപത്തിൽ നമ്മുടെ ഈ ഇൻസ്റ്റാന്റ് പാൻ കാർഡിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഇൻസ്റ്റാന്റ് പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ നമുക്ക് നോക്കാം. ഈ പാൻ കാർഡ് ഒരു PDF രൂപത്തിലാണ് വരിക. ഇതൊരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ഡോക്യുമെന്റ് ആണ്. ഇതിന്റെ പാസ്വേഡ് ഒന്നുമില്ല, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് നിങ്ങളുടെ ആധാർ കാർഡിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇതിന്റെ പാസ്വേഡ്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ എങ്ങനെയാണ് ഈ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ഇൻസ്റ്റാന്റ് പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനായി നമ്മുടെ ഹോം പേജിൽ വരിക, അതായത് ഇൻകം ടാക്സ് ഫയലിംഗ് എന്ന ഹോം പേജിൽ വരിക. നമുക്കിവിടെ നേരത്തെ നമ്മൾ അപേക്ഷ പോലെ തന്നെ നമ്മുടെ പേജിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇൻസ്റ്റാന്റ് പാൻ ത്രൂ ആധാർ എന്ന ഈ ഓപ്ഷൻ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യേണ്ടത്. തുടർന്ന് വരുന്ന പേജിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടത് ഇതാണ്, ചെക്ക് സ്റ്റാറ്റസ് ഓർ ഡൗൺലോഡ് പാൻ എന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ നമ്മളിവിടെ നമ്മുടെ 12 അക്ക ആധാർ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. അതിന് തൊട്ട് താഴെ ഇവിടെ കാണുന്ന ക്യാപ്ച കോഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ഈ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമ്മുടെ ഫോണിൽ വരുന്ന OTP നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഈ സബ്മിറ്റ് എന്ന ഈ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടെ നമ്മുടെ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് പാൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഡൗൺലോഡ് പാൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ അതല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നമ്മുടെ ഈ പാൻ കാർഡ് ഡൗൺലോഡായി വരുന്നത് കാണാം. അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡോക്യുമെന്റ് ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ഡോക്യുമെന്റ് ആണ്. ഇതിന്റെ പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജനന തീയതിയാണ്. അതായത് ഇപ്പം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 31 May 1986 ആണെങ്കിൽ ഇതിന്റെ പാസ്വേഡ് വരുന്നത് 31051986. അങ്ങനെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്തതിന് കൊടുത്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഈ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ ഇതാ നമ്മുടെ ഇൻസ്റ്റാന്റ് ഈ പാൻ കാർഡ് നമുക്ക് ഇവിടെ കാണാം. അതായത് ഒരു PDF രൂപത്തിൽ ഈ ഡോക്യുമെന്റ് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതിൽ നമ്മുടെ പേരുണ്ട്, നമ്മുടെ ജനനതീയതി ഉണ്ട്, നമ്മുടെ ജെൻഡർ ഉണ്ട്. നമ്മൾ ഈ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞതുപോലെ ഈ ഇൻസ്റ്റാന്റ് ഈ പാൻ കാർഡിൽ നമ്മുടെ പേരൻസിൻ്റെ പേര് ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ഫോട്ടോ ഉണ്ട്, പിന്നെ നമ്മുടെ ഒരു QR കോഡൊക്കെ ഉണ്ട്. ഇതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഒരു പാൻ കാർഡ് രൂപത്തിൽ ഇത് കാണാം. നമുക്കിത് വേണമെങ്കിൽ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു പാൻ കാർഡ് രൂപത്തിൽ നമുക്ക് ലാമിനേറ്റ് ചെയ്ത് നമ്മുടെ പേഴ്സിൽ വെക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാന്റ് ഈ പാൻ കാർഡിന് വെറും 50 രൂപ ഫീസ് പേ ചെയ്തിട്ട് ഫിസിക്കൽ പാൻ കാർഡിലേക്ക് മാറ്റാം. അങ്ങനെ എങ്ങനെയാണ് ഫിസിക്കൽ പാൻ കാർഡിലേക്ക് മാറ്റുക എന്നുള്ളതിൻ്റെ വീഡിയോ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഫിസിക്കൽ പാൻ കാർഡിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതോടുകൂടെ എങ്ങനെയാണ് വെറും 10 മിനിറ്റ് കൊണ്ട് ഫ്രീ ആയിട്ട് ഒരു ഇൻസ്റ്റാന്റ് ഈ പാൻ കാർഡ് നേടാം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെയുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.